ഇവൻറ്റിൽ ഇറങ്ങിയിട്ട് കുറച്ച് കില്ലടിക്കുന്ന വീഡിയോസാണ്. കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇത് ചെന്ന് ഇറങ്ങി ഉടനെ എനിക്ക് വന്നിട്ട് എക്സിക്യൂട്ടുള്ളയിടത്തിന് എൻ്റെ ഒറ്റ വന്നിറങ്ങി. അപ്പത്തിന് അങ്ങ് ഫിനിഷ് ചെയ്ത് വിട്ട്. പിന്നെ ഒരു ഫ്രീ കില്ലും കിട്ടി. വരല്ല, അത് ടീമേറ്റിൻ്റെ കില്ലായിരുന്നു. ഊട്ടി വെട്ടിയിരുന്നു. അപ്പം തന്നെ കൊടുത്ത് ടീമേറ്റോട് നോക്കായി കിടക്കുന്നുണ്ട്. ഒരു ഫുഡ് സ്റ്റെപ്പ് ഉണ്ട് ഫ്രണ്ടിലായിട്ട്. കൂട്ടുകാരൻ അടി കിട്ടി. എൻ്റെ കൂട്ടുകാരൻ ഞങ്ങൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എന്നേക്കാൾ നല്ല പ്ലെയറാണ് ഈ കാസിലും എന്ന് പറയുന്നത്. ഓക്കെ, റിവൈവ് ആക്കിയിട്ടുണ്ട്. ഞാൻ ഇവിടെ പാത്തിരിക്കുകയാണ്. ഫ്രണ്ടിലേക്ക് ഓപ്പണിലേക്ക് വരുമ്പോൾ അടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഓപ്പണിലേക്ക് വന്ന കൃത്യം അതിന് നല്ല ക്യാമ്പർ അടി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടീമേറ്റ് വീണ്ടും നോക്കായി. .5 ബുള്ളറ്റ് ഇതാണ് പ്രശ്നം. യൂമ്പിയാണ് ഇത്ര നമ്മൾ കളിക്കാൻ നിർത്തിയത്. അടിപൊളി സാധനമായിരുന്നു. ഇങ്ങനെ ഉണ്ടായിരുന്നു. അതിൽ വെച്ചുകൊണ്ട് നല്ല മൂവ്മെന്റ് എടുത്ത് എനിമിക്ക് ഷോക്കായി പോയെന്ന് തോന്നുന്നു. എനിക്കെപ്പോഴും യൂമ്പിയും യൂസി എടുത്ത് അടിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. യൂസി പക്ഷേ ഇടയ്ക്കിടയ്ക്ക് തേക്കും. അതാണ് പ്രശ്നം. യൂമ്പി ആകുമ്പോൾ നല്ല സ്റ്റേബിളായിട്ട് അടിക്കുന്ന ഇടത്തുനിന്ന് നീങ്ങൂല്ല. നല്ല സ്റ്റേബിളാണ്. അടിക്കാന്ന് ശ്രദ്ധിച്ചു. ഞാൻ ഇപ്പോൾ ഒരു എനിമിയെ ഫ്രണ്ടിലടിക്കും. അടിക്കാന്ന് ശ്രദ്ധിച്ചുകൊണ്ടോ അടി എനിമിയുടെ മേതൊന്നും പുറത്തേക്ക് പോകുന്നില്ല. അടിയെല്ലാം കൃത്യമായിട്ട് രജിസ്റ്റർ ആവുന്നുണ്ട്. ഇവൻറ്റിൽ ഇറങ്ങി കുറച്ച് കയ്യിലടിക്കുന്നതാണ്. അപ്പം തന്നെ നമുക്ക് അറിയില്ല. ഇവൻറ്റിൽ വെച്ച് ഞാനൊന്ന് നോക്കിയതാ റെക്കോർഡാവുന്നുണ്ടോന്ന്. .9 ബുള്ളറ്റ് എത്ര കുറവാണ്. നയം കിട്ടി. എനിക്ക് ഇത്രയും നാളെ കാണുന്ന വീഡിയോസിലൊന്നും വ്യൂസ് ഇല്ല. ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കാത്തതുകൊണ്ടാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത്. കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതൊക്കെയല്ലേ. നമ്മളെപ്പോഴും ഒരു ഇങ്ങി അവിടെ നിന്ന് തന്നെ നല്ല ഹെഡ്സെറ്റ് ഉപയോഗിക്കുക ആദ്യം. എനിക്ക് ഓപ്പണിലേക്ക് കയറി വന്നതിന് മുമ്പ് പ്രീഫർ ചെയ്യുക. അതാണ് ഏറ്റവും മെയിനായിട്ട് വേണ്ടത്. ഓപ്പണിലേക്ക് കഴിഞ്ഞാൽ അടിച്ചുകൊണ്ടു. ഓപ്പണിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ പ്രീഫർ ചെയ്ത് കഴിഞ്ഞാൽ എനിമി അടിക്കാനായിട്ട് ഫ്രണ്ട് ഓപ്പണിലേക്ക് വരുമ്പോൾ തന്നെ അടി കിട്ടും. ഞാനൊരു പുറത്ത് വണ്ടി വന്നിട്ടുണ്ട്. അടിക്കാൻ വേണ്ടി വന്നതാണ്. കാറ്റ് താനായിരിക്കും. അടി മൊത്തം എൻ്റെ മേത്തമുണ്ട്. ഒറ്റ ഒരെണ്ണം പുറത്തു പോകില്ല. പുറത്തും പറന്നു വന്ന് കൂടുതൽ നിന്നിറങ്ങി. അവൻ്റെ കൂട്ടുകാരനാണെന്ന് തോന്നുന്നു. അപ്പം തന്നെ ഫിനിഷ് ചെയ്യാൻ വിട്ടിട്ടുണ്ട്. ഞാൻ കളിക്കുന്നത് 15 Pro Maxിലാണ്, ഐഫോൺ. പബ്ജി കളിക്കാൻ വേണ്ടി തന്നെ മേടിച്ചത്. ഹെഡ്സെറ്റ് ഉണ്ട്. ഹെഡ്സെറ്റ് കംപ്ലൈൻ്റ് ആണ്. ഹെഡ്സെറ്റ് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മൈക്ക് വർക്ക് ചെയ്യൂല. ഹെഡ്സെറ്റ് കേൾക്കാൻ പറ്റും, പക്ഷേ മൈക്ക് വർക്ക് ചെയ്തില്ല. എന്തെങ്കിലും സംസാരിക്കുകയായാലും ഇതിൽ ചെയ്യണമെങ്കിൽ മൈക്ക് ഫോണിൽ നിന്ന് ഹെഡ്സെറ്റ് വരണം. എപ്പോഴേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം തന്നെ ഇവൻറ്റിൽ 9 കിലോ. ഈ സാധനം ഭയങ്കര പ്രശ്നമാണ്. ഈ ട്രെയിനിൻ്റെ ഈ ടൈം അയക്കുന്നത്. ഞാൻ സ്കോപ്പ് വെച്ച് വെക്കുന്നത് അവിടെയാണ്. അപ്പോൾ അവിടെ മിക്ക സമയത്തും കൈ കൊള്ളു. കണ്ട, അതാണ് പ്രശ്നം. ഞാനിത് എനിമി ഇപ്പോൾ ഒരു ഫുഡ് സ്റ്റെപ്പ് കാണുന്നുണ്ട്.
ഇത് എനിമിയാണെന്ന് വിചാരിച്ച് ഞാൻ കുറേ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും പോകും. ലാസ്റ്റാണ് മനസ്സിലാവുന്നത് ബോട്ടായിരുന്നു അന്ന്. കണ്ട ഞാൻ ഇപ്പുറത്ത് വരുമ്പോൾ അപ്പുറത്ത് പോകും. രാത്രി 12 മണിക്ക് കളിക്കുന്ന കളിയാണ്. കൊതുക് അടിച്ചിട്ട് കണ്ടോ ഞാൻ പറയല്ലേ ബോട്ടായിരിക്കും. എൻ്റെ അടി ഇരുന്ന് വെച്ച് നമ്മുടെ ടീമേറ്റ് ഫിനിഷ് ചെയ്തുകൊണ്ടുണ്ട്. കണ്ട കിൽ മെസ്സേജ് കണ്ട ടീമേറ്റ് വരാൻ പറഞ്ഞു. പക്ഷെ ഇതുവരെ കയറാൻ പറ്റുന്നില്ല. ടീമേറ്റിനെ ഇപ്പോൾ ഉറക്കി വിടും. ഞങ്ങൾ 2 പേരേ ഉള്ളൂ. 4 പേര് ഞങ്ങൾ 2 പേര് ടീമുള്ളൂ. ബാക്കി 2 പേരും പെങ്ങന്മാരാണ്. ടീമേറ്റ് പറയുന്നുണ്ട് അവിടെ എനിമി ഉണ്ടെന്ന്. അപ്പം ടീമേറ്റിനെ ഉറക്കും. ഞാൻ ഹീലൊക്കെ ചെയ്തിട്ട് ചെല്ലാൻ നിർത്ത്. എനിക്കിപ്പോൾ നല്ല അടി കിട്ടും. പക്ഷെ ഞാനിവിടെ ഉള്ള ഒരുത്തനെ കാണും. പക്ഷെ എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ അവിടെ ഒരുത്തനെ ഉള്ളതെന്ന് വിചാരിച്ചാണ് കയറുന്നത്. പക്ഷെ അവനെ ഞാൻ അങ്ങ് അട്ടിക്കുമ്പോഴേക്കും റൈറ്റ് സൈഡിൽ നിന്നൊരു ഹോട്ട് സ്റ്റെപ്പ് കേൾക്കും. പക്ഷെ അവനൊക്കെ നോക്കുമ്പോഴേക്കും അവൻ കിടക്കായിരിക്കും അവിടെ. അവനാണ് എന്നെ ഫിനിഷ് ചെയ്യാൻ പോകുന്നത്. നോക്കിയാൽ നിങ്ങളെ കാണുമ്പോൾ മനസ്സിലാവും. ഫ്രണ്ടിലുള്ള എനിമിനിപ്പോൾ അടിക്കാൻ പോകണം. അവനിപ്പോൾ ഞാൻ നോക്കിടും. അവൻ നോക്കിയിട്ട് ഫ്രണ്ടിലേക്ക് കയറുമ്പോഴേക്കും അവനോട് കിടക്കുകയാണ്. അവൻ്റെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവൻ്റെ കിടക്കുക അവിടെ.